സത്യത്തിലും ആരാധന, സ്വർഗത്തിലും ഭൂമിയിലും ആരാധന, ആരാധനാവർഷം ഇത് ആരാധനാവർഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, മനുഷ്യജീവിതത്തെ അലട്ടുന്ന ഗൗരവകരമായ പ്രശ്നങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് രോഗം. രോഗം പാപത്തോടും തിന്മയോടും നിഗൂഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ എല്ലാ രോഗങ്ങളുടെയും കാരണം പാപമാണ് എന്ന് കണക്കാക്കാൻ കഴിയില്ല. ചില രോഗങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന സമ്മാനങ്ങളാണ്. ആ സഹനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ദൈവത്തോട് കൂടുതലായി അടുക്കുന്നു. ചിലർ തങ്ങളുടെ മാനസാന്തരത്തിലേക്കുള്ള പാത തുറക്കുന്നു. രോഗം മൂലം തളർന്നിരിക്കുന്ന തന്റെ മക്കൾക്ക് ആശ്വാസവും ശക്തിയും പകരാൻ സഭയായിരിക്കുന്ന അമ്മ നമുക്കായി ഒരുക്കി തന്നിരിക്കുന്ന കൂദാശയാണ് രോഗീലേപനം. രോഗമോ വാർദ്ധക്യമോ മൂലം ഒരാൾ മരിക്കത്തക്ക സാഹചര്യത്തിലായാൽ ദൈവഹിതത്തിനനുസരിച്ച് സൗഖ്യം നൽകുന്നതിനും നല്ല ഒരു മരണത്തിനു വേണ്ടി ഒരുക്കുന്നതിനുമായുള്ള കൂദാശ. ഈ കൂദാശയിലൂടെ രോഗിയായിരിക്കുന്ന വ്യക്തിക്ക് രോഗവിമുക്തിയും പാപമോചനവും ലഭിക്കുന്നു. ഈ കൂദാശയെക്കുറിച്ചുള്ള ബൈബിൾ പരാമർശം വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ 5:14 കാണാം. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ തിരുവചനത്തിൽ പറയുന്നത് പ്രകാരം വൈദികന്മാരുടെയോ മെത്രാന്മാരുടെയോ കാർമ്മികത്വത്തിൽ ഈ കൂദാശ അനുഷ്ഠിക്കാവുന്നതാണ്. രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് സ്ഥലം നിശ്ചയിക്കാം. സാധ്യമെങ്കിൽ കൂദാശയ്ക്ക് മുന്നായി കുമ്പസാരത്തിലൂടെ മനസ്സിനെ ഒരുക്കുന്നതും തുടർന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും ഒരു രോഗിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആത്മീയ കൃപയാണ്. ഈ കൂദാശയിൽ വൈദികൻ രോഗിയുടെ മേൽ കൈകൾ വെച്ച് തിരുസഭയുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് തൈലം പൂശി ശരീര അവയവങ്ങൾ ആശീർവദിക്കുന്നു. രോഗീലേപനം എന്ന കൂദാശയിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ: രോഗം മൂലം ഉണ്ടാവുന്ന ഉത്കണ്ഠ, നിരാശ, ഭയം എന്നിവയെ അതിജീവിക്കാനുള്ള ആത്മീയമായ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ ശക്തി ലഭിക്കുന്നതിലൂടെ തന്റെ സഹനങ്ങളെ ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെക്കാനുള്ള ബോധ്യം, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള കുറ്റബോധത്തിൽ നിന്നുള്ള മോചനം. ദൈവഹിതമെങ്കിൽ രോഗശാന്തി ലഭിക്കുന്നതിനും ഈ കൂദാശ കാരണമാകുന്നു. സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് രോഗം മൂർച്ഛിക്കുന്നത് വരെ ഈ കൂദാശ നീട്ടിവെക്കരുത്. രോഗിക്ക് ബോധവും ഉണർവും ഉള്ള സമയത്ത് ഈ കൂദാശ നൽകുന്നതാണ് ഏറ്റവും പ്രയോജനകരം. അതിലൂടെ സജീവമായി രോഗിക്ക് ഈ കൂദാശയിൽ പങ്കുചേരാൻ കഴിയും. മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ കൃപകളും തടസ്സപ്പെടുത്തരുത്. മരണാസന്നർക്ക് മാത്രം നൽകുന്ന ഒരു കൂദാശയല്ല രോഗീലേപനം. ഈ തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ നിന്നും എടുത്തു മാറ്റണം. ഭയത്തോടെയല്ല, മറിച്ച് ദൈവത്തിന്റെ കരുതലും കരുണയുമായി ഈ കൂദാശയെ കാണാൻ എല്ലാവർക്കും കഴിയണം. ഒരമ്മ എന്ന നിലയിൽ ഈ കൂദാശ കുടുംബജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന ചെറിയ ചില ചിന്തകൾ കാണാം. നമ്മുടെ ഭവനങ്ങളിൽ ആശീർവദിക്കപ്പെട്ട വെള്ളം കരുതുന്ന പതിവുണ്ട്. രോഗാവസ്ഥയിൽ അത് കുഞ്ഞുങ്ങൾക്കും മറ്റും പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ വെറും ഒരു ചടങ്ങായി മാറാതെ അതിന്റെ പ്രാധാന്യം കൂടി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇത് ഈശോയുടെ അനുഗ്രഹത്തിന്റെ അടയാളമാണ്. ഇതിലൂടെ സൗഖ്യം ലഭിക്കുന്നു. ഈ ചെറിയ പ്രവൃത്തി, ഈ ചെറിയ പ്രാർത്ഥന അവരിൽ ഈശോയുടെ സാന്നിധ്യം നിറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരാൾ സുഖമില്ലാതെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ പരിചരിക്കുക. ഇത് കുഞ്ഞു മനസ്സുകളിൽ മറ്റുള്ളവരോട് കരുണയും സ്നേഹവും ഉണർത്തുന്നതിന് സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രോഗീലേപനം എന്നത് മരണാസന്നർക്ക് മാത്രം നൽകുന്ന ഒരു കൂദാശയല്ല. ഈ തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ നിന്നും പൂർണ്ണമായും എടുത്തുമാറ്റാം. ഗുരുതരമായ രോഗത്താലും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളാലും വലയുന്ന തന്റെ മക്കൾക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടി സഭയായിരിക്കുന്ന അമ്മ ഒരുക്കിയിരിക്കുന്ന കൂദാശയാണ് രോഗീലേപനം. പ്രതിസന്ധികളിൽ തളരാതെ മക്കളെ വളർത്താം. രോഗികളിൽ ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.